ആർക്കറിയോ? NV അബ്ദുസ്സലാം മൗലവിയാണ് നെതുവത്തിന്റെ KNMന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി NV അബ്ദുസ്സലാം മൗലവിയാണ്. NV അബ്ദുസ്സലാം മൗലവി മരണപ്പെട്ട അന്ന് ചന്ദ്രിക പത്രത്തിൽ ഒരു ലേഖനം വന്നിരുന്നു. റഹീം മേച്ചേരിയാണ് ആ ലേഖനം എഴുതിയത്. NVയെ കുറിച്ച്. NVയുടെ അബ്ദുസ്സലാം മൗലവിയുടെ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്തുണ്ടായ ഒരനുഭവം പറഞ്ഞുകൊണ്ടാണ് ആ ലേഖനം മേച്ചേരി ആരംഭിക്കുന്നത്. NV അബ്ദുസ്സലാം മൗലവിയും റഹീം മേച്ചേരിയും രണ്ട് തലത്തിൽ നിന്നുകൊണ്ട് കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് സേവനങ്ങൾ സമർപ്പിച്ച വലിയ രണ്ടാളുകളാണ്. അല്ലാഹു അവരുടെ പരലോക ജീവിതം അനുഗ്രഹീതമാക്കി തീർക്കുമാറാകട്ടെ. NV അബ്ദുസ്സലാം മൗലവിയുടെ വീട്ടിലേക്ക് റഹീം മേച്ചേരി ഒരു ദിവസം സുബഹി നമസ്കാരം കഴിഞ്ഞ ഉടനെ അതിരാവിലെ കയറി ചെല്ലുമ്പോൾ അദ്ദേഹം പറയാണ്, ഞാൻ ആ പൂമുഖത്തന്നെ കോലായി തന്നെ ആ വീട്ടിലത്തെ എല്ലാവരും അവിടെ തന്നെ കോലായി തന്നെ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ ഞാൻ മനസ്സിലിങ്ങനെ കരുതി, ഈ സമയത്ത് ഞാൻ ഇവിടേക്ക് വരരുതായിരുന്നു. കാരണം അവരുടെ എന്തോ ഒരു കുടുംബ വിഷയം, എന്തോ അവരെല്ലാവരും കൂടെ മൗലയും മക്കളും മരുമക്കളും പേരക്കുട്ടികളും എല്ലാവരും കൂടെ ഇരുന്നിട്ട് ഇങ്ങനെ കോലായി തന്നെ ഇരുന്ന് സംസാരിക്കുന്നതാണ് ഞാൻ കയറി ചെല്ലുമ്പോൾ കാണുന്നത്. എന്തെങ്കിലും ഒരു കുടുംബ വിഷയമായിരിക്കും. ആ സമയത്ത് കയറി ചെന്നത് അനുചിതമായി പോയി എന്ന് കരുതി ഞാൻ. പക്ഷേ ഞാൻ ആ സദസ്സ് കണ്ടപ്പോൾ, ഞാൻ അടുത്ത് ചെന്നിട്ട് അവരെ കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. NV അബ്ദുസ്സലാം മൗലവിയുടെ വീട്ടില് മക്കളും പേരക്കുട്ടികളും മരുമക്കളും എല്ലാവരും കൂടെ ഇരുന്നിട്ട് പരിശുദ്ധ ഖുർആനിന്റെ വ്യത്യസ്ത തർജുമകളും തഫ്സീറുകളും എടുത്തിട്ട് ഒരായത്തോതുക, എന്നിട്ട് അതിന്റെ തഫ്സീർ ഇങ്ങനെ മാറി മാറി ഓരോ പണ്ഡിതനും അതിന് പറഞ്ഞ തഫ്സീർ എന്താണ് എന്ന് വായിക്കുന്ന ഒരു സദസ്സാണ് ഞാൻ അവിടെ കണ്ടത് എന്ന് പറയുന്നുണ്ട് റഹീം മേച്ചേരി റഹിമഹുള്ള. റഹീം മേച്ചേരി ഉൾപ്പെടെയുള്ള ആളുകൾ, സഹോദരങ്ങളെ, നമ്മളെ പഠിപ്പിച്ചത് പരിശുദ്ധ ഖുർആനിന്റെ പഠനത്തിൻ്റെയും അത് ജീവിതത്തിന്റെ കൂടെ അങ്ങനെ ഒട്ടിച്ച്, ഖുർആനിനെ നമ്മുടെ ജീവിതത്തിന്റെ കൂടെ ഒട്ടിച്ച് നിർത്തുന്നതിൻ്റെയും പ്രാധാന്യമാണ്, അതിൻ്റെ ഗൗരവമാണ് നമ്മുടെ പണ്ഡിതന്മാരും നമ്മുടെ നേതാക്കന്മാരും ഒക്കെ നമ്മളെ പഠിപ്പിച്ചത്.